പോരാട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി ജനങ്ങളുടെ സർക്കാരാണ്. സ്വാഭാവികമായും സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനവും ജനത എന്ന നിലയ്ക്ക് നമ്മളെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ മുതൽ ചെന്നു തൊടേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടുന്ന സർക്കാരാണ്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അങ്ങനെ പോസിറ്റീവായി കാണാൻ കഴിയുന്ന എല്ലാ ഇന്ധനവും ഇന്നത്തെ ദിവസം സമ്മാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിമർശനം ഇതെങ്ങനെ നടപ്പിലാക്കും എന്ന ചോദ്യം തന്നെയാണ്. ഈ സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ്. എങ്ങനെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ കഴിയുക, അതിനുള്ള ധനം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത്. അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമായും അത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ഇന്ന് അതിൽ രണ്ട് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്ന്, KSRTCയിൽ അടുത്ത 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. മറ്റൊന്ന്, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ്. ഈ രണ്ടെണ്ണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, അത്രമേൽ ആ നിലയ്ക്ക് ഡയറക്റ്റായ സാമ്പത്തിക ചെലവ് ഇല്ലാത്ത ഒന്നാണ്. അതായത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു പണം കണ്ടെത്തേണ്ടുന്ന സാഹചര്യം ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ കുറച്ച് കാര്യക്ഷമമായിട്ടാണ് അതിനെ സമീപിക്കുന്നത് എന്ന് തോന്നുന്നു. 15-ാം തീയതി ഇപ്പം നമ്മളുടെ റിപ്പോർട്ടർമാരൊക്കെ സ്ത്രീകളോട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. 30 രൂപ അഫോർഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. നടപ്പിലാക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. മറ്റൊന്ന്, 4 വാഗ്ദാനങ്ങൾ. അത് ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട്, അംഗനവാടി ജീവനക്കാരുടേത്, പാചക തൊഴിലാളികളുടേത്, പ്രീ പ്രൈമറി അധ്യാപകരുടെയും ആയമാരുടെയും ഓണറേറിയം സംബന്ധിച്ച തീരുമാനവും കൂടി ഇന്നുണ്ടാവുകയാണ്. അപ്പോൾ 2 ഗ്യാരണ്ടികൾ, 4 വാഗ്ദാനങ്ങൾ. ഇത് 4ഉം ഇത് 6ഉം ഇന്നത്തെ തീരുമാനമായി പുറത്തു വരുമ്പോൾ സ്വാഭാവികം ആദ്യ ദിനം ജനപ്രിയം എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും.